എല്ലാവർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യദിന ക്വിസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗളി വെങ്കയ്യ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1930. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ചെങ്കോട്ട. ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 65 സെക്കൻഡ്സ്. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? ഉത്തരം 13. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരം 3:2. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി പത്രിക. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? ഉത്തരം കർണാടകയിലെ ഹുബ്ലി. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം റാഷ് ബിഹാരി ബോസ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ഉത്തരം ശകവർഷ കലണ്ടർ. കേസരി എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം സിംഗപ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗമെത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തെരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ്? ഉത്തരം സിംഹമുദ്ര.